ഇത് നിങ്ങൾ തമാശയായിട്ട് രാജ്യദ്രോഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് പൂർണ്ണമായിട്ട് ഈ പറയുന്നവനെ രാജ്യദ്രോഹി എന്ന് പറയും. കാരണം കാർഗിൽ വാർ സമയത്ത് ലഡാക്കിലുള്ള ജനങ്ങൾ, ഏറ്റവും കൂടുതൽ ലഡാക്കിലുള്ള ജനങ്ങളാണ് ഇന്ത്യൻ പട്ടാളത്തെ സഹായിച്ചത്. നിങ്ങൾക്കറിയാം, അവിടുത്തെ റോഡുകൾക്ക് വലിയ പ്രശ്നമാണ്. അവർക്ക് സാധനം എത്തിച്ചു കൊടുക്കാനൊക്കെ ലഡാക്കിലുള്ള അവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിസ്റ്റുകളാണ്. പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി, അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മുസ്ലിം വളരെ പാട്രിയോട്ടിക് ആയിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ഇവരെല്ലാം കൂടാണ് ഇന്ത്യൻ പട്ടാളത്തെ സഹായിച്ചത്. അവരെയാണ് കേരളത്തിൽ, ഇന്ത്യയിലെ പല സോഷ്യൽ മീഡിയ അവരെ രാജ്യദ്രോഹി എന്ന് വിളിക്കുമ്പം അവന്മാരോട് എനിക്ക് പുച്ഛമാ തോന്നുന്നത്. അത്രമാത്രം പാട്രിയോട്ടിക്കാണ്. അതായത് ഇന്ത്യ ചൈന റീജിയൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വാരിയേഴ്സ് ഈ ലഡാക്കിലുള്ള ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പട്ടാളത്തിന് വാരിയേഴ്സ് ആയിട്ട് ആ റീജിയൻ മുഴുവനും കാത്തു സൂക്ഷിക്കുക. അത്ര പ്രൊആക്റ്റീവാണ് അവരെ. അവരുടെ ഇഷ്യൂ എന്താന്ന് പഠിക്കുക, എന്നിട്ട് അവരെ എന്ത് രാജ്യദ്രോഹി എന്ന് മണ്ണാങ്കട്ടെ വിളിക്കുക. ഈ റിസൾട്ട് ജനറേഷൻ എന്ത് ഡിമാൻഡാണ് ചെയ്ത്, എന്താ കാര്യം? നിങ്ങൾ ആദ്യം ആലോചിക്കണം. ഇവർക്കുള്ള സാധനങ്ങൾ, അതായത് പലചരക്ക് സാധനങ്ങൾ, ഇതെല്ലാം പോകുന്ന ഈ ചണ്ഡീഗഡിൽ നിന്നാണ് പോകുന്നത്. എൻ്റെ കാര്യം എന്താ? ഇതൊന്നും അവിടെ ഉണ്ടാകുന്ന സാധനം എല്ലാം ഈ ഹിൽ സ്റ്റേഷനാണ്. അവിടെ വലുതായിട്ടൊന്നും അഗ്രികൾച്ചറൊന്നുമില്ല. അവരുടെ പ്രധാന വരുമാനം എന്ന് പറഞ്ഞാൽ ടൂറിസമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി കൊടുക്കുന്ന എവിടെ? ഇന്ത്യൻ പട്ടാളത്തിൽ, ഇന്ത്യൻ പാരാമിലിറ്ററിയിലുമാണ്. പിന്നീട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഈ പല ബേസുകളുണ്ട്. അതായത് മലയുടെ ഫലം ഈ പോസ്റ്റുകളുണ്ട്, പാകിസ്ഥാനെയും ചൈനയും ഒക്കെ നിരീക്ഷിക്കുന്നത്. അവിടെ സാധനങ്ങൾ ചുമട്ടെടുത്ത്, കാരണം ആ ടെറൈൻ്റെ അകത്ത് ചുമട്ടെടുത്ത് സാധനങ്ങൾ കൊണ്ടുവരാൻ അവരെ കൊണ്ടേ പറ്റത്തുള്ളൂ. അതൊക്കെയാണ് അവരുടെ ജോലി.